ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നോമ്പ് ധ്യാനത്തിൻ്റെ 38-ാം ദിവസത്തേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണല്ലോ. ധ്യാനത്തിൻ്റെ ആധാരമായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 22 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. വളർന്ന് നസ്രയത്തിൽ വന്നു. ശബത്തിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിക്കുവാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി, ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിക്കുവാൻ കർത്താവിന് അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കുവാനും പീഡിതന്മാരെ വിടുവിച്ചയക്കുവാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിക്കുവാനും എന്നെ അയച്ചിരിക്കുന്നു. പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാർക്ക് നേരെ തിരിഞ്ഞ് കൊടുത്തിട്ട് ഇരുന്നു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവൻ്റെ പതിഞ്ഞിരുന്നു. അവൻ അവരോട്, ഇന്ന് നിന്റെ വചനം കേൾക്കയിൽ ഈ തിരുവെഴുത്ത് നിവർത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. എല്ലാവരും അവനെ പുകഴ്ത്തി. എൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. നാം ദനഹ കാലത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ദനഹ എന്ന സുറിയാനി പദത്തിൻ്റെ അർത്ഥം സൂര്യോദയം, പ്രകാശമാക്കൽ, വെളിപ്പെടുത്തൽ എന്നിങ്ങനെയാണ്. ദനഹകാലത്ത് യേശു ആരാണെന്ന് വെളിപ്പെടുത്തുന്ന സുവിശേഷ ഭാഗങ്ങളാണ് വായിക്കുന്നത്. ഇന്ന് നാം വായിച്ച വേദഭാഗം ലൂക്കോസ് സുവിശേഷം 4-ന്റെ 16 മുതൽ 22 വരെയുള്ള ഭാഗം. നസ്രയത്തിലെ സുന്നഗോഗിൽ യേശു സ്വയം വെളിപ്പെടുത്തുകയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം വായിക്കുവാനായി അവന് നൽകപ്പെട്ടു. അവനത് വായിച്ചു. ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിക്കുവാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കുവാനും പീഡിതന്മാരെ വിടുവിച്ചയക്കുവാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിക്കുവാനും എന്നെ അയച്ചിരിക്കുന്നു. ഇതിനെ നസ്രയത്ത് മാനിഫെസ്റ്റോ അല്ലെങ്കിൽ നസ്രയത്ത് പ്രകടന പത്രിക എന്നും അറിയപ്പെടുന്നു. ഈ ഭാഗം വായിച്ചതിന് ശേഷം യേശു കർത്താവ് പറയുന്നു, ഈ തിരുവെഴുത്ത് ഇന്നിവിടെ നിറവേറിയിരിക്കുന്നു. തന്നെ യേശു വെളിപ്പെടുത്തുകയാണിവിടെ. താൻ എല്ലാവരെയും അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സമഗ്ര വിമോചകനാണ്. അവിടുന്ന് നൽകുന്ന വിമോചനത്തെക്കുറിച്ചാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. ഒന്നാമതായി, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുക. ആരാണ് ദരിദ്രർ? എന്തെങ്കിലും കുറവുകളുള്ളവരാണ് ദരിദ്രർ. ദരിദ്രരുടെ ദാരിദ്ര്യത്തിൽ പങ്കുചേർന്നതുകൊണ്ട് യേശു അവർക്കെല്ലാം അനുഗ്രഹത്തിൻ്റെ ഉപാധിയായി തീർന്നു. അതാണ് സദ്വാർത്ത. മനുഷ്യനായി പിറന്ന ദൈവപുത്രന് ദാരിദ്ര്യത്തിൻ്റെ നൊമ്പരം അറിയാം. സാമ്പത്തിക ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് മാത്രമല്ല, സമൂഹത്തിൽ ഒറ്റപ്പെട്ടവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ആത്മീയതയിൽ തകർന്ന് അടിഞ്ഞവരെയും സമൃദ്ധിയിലേക്ക് നയിക്കുവാൻ കഴിവുള്ളവനാണ് ക്രിസ്തു. രണ്ടാമതായി, ബന്ധിതർക്ക് മോചനം നൽകുന്നവനാണ് യേശു. ബന്ധിതർക്ക് മോചനം എന്നാൽ മനുഷ്യരെ ചൂഴ്ന്നു തിന്നുന്ന എല്ലാവർക്കും എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്നുള്ള വിടുതലാണ്. ഭയം, രോഗം, പാപം, ആസക്തി, വെറുപ്പ് എന്നിങ്ങനെയുള്ള എല്ലാ ബന്ധനത്തെയും അഴിക്കുവാൻ കഴിവുള്ളവനാണ് യേശു. 3, അന്ധന് കാഴ്ച നൽകുന്ന യേശു. അന്ധരായ ഒട്ടനവധി പേരെ കാഴ്ചയുടെ ലോകത്തേക്ക് നയിക്കുന്ന യേശുവിന് സുവിശേഷ ഭാഗങ്ങളിൽ കണ്ടുമുട്ടുന്നുണ്ട്. ശാരീരികമായ കാഴ്ചയ്ക്കപ്പുറം കുട്ടികൾക്ക് മുമ്പിൽ തെളിയപ്പെട്ട യഥാർത്ഥ വെളിച്ചമായ യേശുവിനെ തെളിമയോടെ കാണുവാൻ നൽകുന്ന യേശു. നാലാമതായി, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകുന്നവനാണ് യേശു. ദൈവത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മാത്രമല്ല, പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും അവൻ നമുക്ക് മോചനം നൽകുന്നു. പാപിനിയായ സ്ത്രീക്കും തളർവാദ രോഗിക്കും വേണ്ട തന്നെ അനുതാപത്തോടെ സമീപിച്ച എല്ലാവർക്കും പാപമോചനം നൽകിക്കൊണ്ട് സ്വാതന്ത്ര്യം പ്രദാനം ചെയ്യുന്നവനാണ് യേശു.
ലാസറിനെ ഉയർപ്പിച്ച് കല്ലറകൾക്കപ്പുറം കടന്നു ചെല്ലുന്നതാണ് അവിടുത്തെ വിമോചനമെന്ന് യേശു തെളിയിച്ചു. സ്നേഹത്തിലൂടെയും ത്യാഗത്തിലൂടെയുമുള്ള വിമോചനമാണ് ക്രിസ്തുവിന് പങ്കുവയ്ക്കുവാനുള്ളത്. അത് ശൂന്യവൽക്കരണത്തിൻ്റെയും കുരിശിൻ്റെയും പാത ജലലാണ്. യേശു തുടങ്ങി വെച്ച വിമോചന ദൗത്യം നാം തുടരുമ്പോൾ നാം എല്ലാവരും സുവിശേഷമായി മാറുകയാണ്. നോമ്പുകാലം പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും ആത്മപരിശോധനയ്ക്കും നാം സമയം കണ്ടെത്തുമ്പോൾ ക്രിസ്തു ഉയർത്തിപ്പിടിച്ച വിമോചന സത്യത്തിൻ്റെ വാഹകരായി നമുക്ക് മാറാൻ കഴിയണം. മരത്തിൽ നിന്ന് ഉദ്ധാനം ചെയ്തതുകൊണ്ട് നിത്യവും ശാശ്വതമായ ജീവനും മോചനം നൽകുന്നവനാണ് യേശു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ക്രിസ്തുവിനെ പിൻചെന്നുകൊണ്ട് വിമോചനത്തിൻ്റെ വക്താക്കളായി നമുക്കും ജീവിക്കാം. നോമ്പ്, ധ്യാനവും ജീവിതവും അതിനായി നമ്മളെ സഹായിക്കട്ടെ. ദൈവം നമ്മളെ അതിനായി ഒരുക്കട്ടെ. ആമീൻ.